അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ MLA ആയ മുകേഷ്, അദ്ദേഹത്തിനെതിരെ ഇതേപോലെ ബലാത്സംഗ കേസ് FIR ഉണ്ട്. പക്ഷേ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അദ്ദേഹത്തിന് MLA പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്ത് പോകാൻ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് ആണ് അതൊക്കെ ചെയ്തു എന്നുള്ളൊരു കാര്യം കോൺഗ്രസ്സുകാർ ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെ P. ശശി എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ പാർട്ടിയിൽ അദ്ദേഹം ഒരു സ്ത്രീലമ്പടനാണ് എന്നുള്ള ആരോപണം ഉണ്ടാവുകയും അദ്ദേഹത്തെ പാർട്ടിയിൽ തരം താഴ്ത്തുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്ത ശേഷം വീണ്ടും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഉന്നത സ്ഥാനം നൽകി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് പോലീസിനെ വരെ നിയന്ത്രിക്കുന്നുവെന്നുള്ള ആരോപണങ്ങളൊക്കെ നേരിടുന്ന, അത് നമ്മുടെ നിലമ്പൂർ MLA ആയിരുന്ന അൻവർ പറഞ്ഞൊരു കാര്യമാണ്. അൻവർ എഴുതി തന്നെ പരാതി P. ശശിക്കെതിരെ നൽകിയ ഒരാളെ മുഖ്യമന്ത്രി സംരക്ഷിച്ച് ഉന്നത സ്ഥാനത്തിരുത്തിയിരിക്കുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ ഉള്ള എത്രയോ ആളുകളാണ് ഇതേപോലെയുള്ള ആരോപണങ്ങൾ പല സ്ഥലങ്ങളിൽ പല ജില്ലകളിൽ നേരിടുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ഈ സ്ത്രീലമ്പടന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്, ജനങ്ങളിത് കേൾക്കുമ്പോഴത്തേക്കും ഈ മുഖ്യമന്ത്രിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണോ സ്ത്രീലമ്പടന്മാരുടെ പാർട്ടി അതോ കോൺഗ്രസ് ആണോ എന്നുള്ള സംശയം ന്യായമായിട്ടുണ്ട്. അങ്ങനെ തർക്കം നിലനിൽക്കുകയാണ്. ഇനി അടുത്തൊരു കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ തന്നെ പാർട്ടിയിലുണ്ടായിരുന്ന ഷൊർണൂർ പ്രദേശത്തുള്ള ഒരു MLAക്കെതിരെ ഇതുപോലെ ഒരു പരാതി വന്നപ്പോൾ, അദ്ദേഹം സ്ത്രീലമ്പടനാണ് എന്നുള്ളൊരു പരാതി വന്നപ്പോഴത്തേക്കും ഈ പാർട്ടി ചെയ്തതെന്താണ്, അതേ പാർട്ടിയിലെ തന്നെ 2 നേതാക്കന്മാരെ അത് അന്വേഷിക്കാൻ വേണ്ടി നിയമിക്കുകയും ആ സ്വന്തം പാർട്ടിയിലുള്ള ഒരു MLA ആണല്ലോ ഈ കാര്യം ചെയ്തത്, അതുകൊണ്ട് അതിന് തീവ്രത കുറവാണ് എന്നുള്ളൊരു തീരുമാനം വരികയും, അതുകൊണ്ട് തീവ്രത കുറവായ ഒരു ബലാത്സംഗമായതുകൊണ്ട് അല്ലെങ്കിൽ ലൈംഗികാതിക്രമമായതുകൊണ്ട് അതിനധികം നടപടിയൊന്നും വേണ്ട എന്ന് തീരുമാനമെടുത്ത ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ.